എന്തുകൊണ്ട് കൈത്തറി വിശേഷങ്ങൾ എന്നതാണ് ഈ മേഖലയിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത്. എങ്ങനെയുണ്ട് കൈത്തറി? കൈത്തറി ഇപ്പോൾ പൊതുവിലെ പണി ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നമ്മളെ വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ വരുമാനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. മറ്റുള്ള തൊഴിലിനെ അപേക്ഷിച്ചിട്ട് വളരെ തുച്ഛമായ എന്ന് പറഞ്ഞാൽ ചില ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ പോലും കിട്ടില്ല. എന്താണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്? ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. എന്താന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്നവന്റെ ഒരു പ്രശ്നങ്ങളും സർക്കാർ ഉദാഹരണത്തിന് എന്തൊക്കെ ചെയ്യുന്നില്ല? ഇപ്പം നമ്മളെ പിന്നെ എത്രയോ വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്ന ആനുകൂല്യങ്ങൾ അതൊന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കൂലി വർധനവ് ഇപ്പം 8-3-3 ബോണസ്. അത് എത്രയോ വർഷങ്ങളായിട്ട്, അതായത് ഒന്നിക്ക് തൊഴിലുണ്ടാവില്ല, പിന്നെ തൊഴിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് ഉണ്ടാവില്ല. 2010 300 കോടിയുടെ കയറ്റുമതിയാണ് കണ്ണൂർ വടകര മേഖലകളിൽ നിന്ന് കൈത്തറി മേഖലയ്ക്കുണ്ടായിരുന്നത്. ഇന്നത് 100 കോടിയായി കുറഞ്ഞിരിക്കുന്നു. വലിയ നഷ്ടമാണ് ഈ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. 100 മീറ്റർ ഇന്റർലോക്ക് ഇട്ട് ഫ്ലക്സ് ബോർഡ് വെക്കലല്ല കൈത്തറി മേഖലയ്ക്ക് ആവശ്യം. കൈത്തറി മേഖല വലിയ തോതിൽ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. ഒരു അന്താരാഷ്ട്ര കൺസോർഷ്യം, വിപണനശാല, പൈതൃക മ്യൂസിയം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ മേഖലയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ട്. NIFTയെ കൊണ്ടുവന്ന് ഇവിടെ ഡിസൈൻ ചെയ്യിച്ച് ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് കൈത്തറിക്കുള്ള മാർക്കറ്റ് ഇന്ത്യക്ക് കൂടി സാധ്യമാക്കുകയാണെങ്കിൽ വലിയ നേട്ടമായിരിക്കും ഈ മേഖലയ്ക്ക് ഉണ്ടാവുക. നമുക്ക് ഓൺലൈനിൽ വിപണനം സാധ്യമാണ്. ലോകം മുഴുവൻ എത്നിക് വെയറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലാവസ്ഥക്ക് കൈത്തറി തന്നെയാണ് ഏറ്റവും നല്ല മാർഗം നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിന് ഡിസൈൻ ചെയ്യുകയാണ് എങ്കിൽ ചെറുപ്പക്കാർ പോലും അത് ഉപയോഗിക്കും. നമ്മൾ ഓരോരുത്തരും അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഇതുപോലുള്ള തൊഴിലാളികൾ, ഇത് പൈതൃകം, ഒപ്പം തന്നെ നമ്മുടേതായ വേഷധാരണ രീതി അത് നമുക്ക് ശീലിക്കാനാകും. അതിലേക്കാണ് മലയാളികൾ ആകെ പോകേണ്ടത്. അഴീക്കോടിൻ്റെ സംഭാവന ചെയ്യാനുള്ളത് കൈത്തറിയുടെ ശരിയായ ഉൽപാദനവും വിപണനവുമാണ്. അതിനുള്ള ശ്രമമാണ് നമുക്ക് തുടങ്ങാനുള്ളത്. എൻ്റെ അച്ഛൻ ഒരു കൈത്തറി നെയ്ത്തുകാരനായിരുന്നു. അച്ഛൻ്റെ ഓർമ്മയ്ക്കും അച്ഛൻ ചെയ്ത ജോലി തുടരുക എന്നുള്ള നിലയിലും അഴീക്കോടിന് വേണ്ടി എൻ്റെ ഊർജം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കൈത്തറി മേഖലയുടെ വികസനത്തിന് വേണ്ടിയായിരിക്കും.